പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. UAE-ൽ ഇന്ന് 1960 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 3 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 1684 ആയി. 18,709 പേരാണ് UAE-ൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. UAE-ൽ 24 മണിക്കൂറിനിടെ 1989 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ UAE-ലാകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,76,947 ആയി. ഇന്ന് കോവിഡ് ബാധിച്ച് 3 പേരാണ് UAE-ൽ മരിച്ചത്. ഇതോടെ UAE-ലെ ആകെ കോവിഡ് മരണസംഖ്യ 1689 ആയി. ഇന്ന് 1960 പേർ കോവിഡ് മുക്തരായതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2,30,728 പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തിയതോടെ ആകെ പരിശോധന 51 ദശലക്ഷമായതായി അധികൃതർ വ്യക്തമാക്കി. 18,701 പേരാണ് UAE-ൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിനിടെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് 10,745 പേർക്ക് ഇതിനോടകം പിഴ ചുമത്തിയതായി ദുബായ് പോലീസ് അറിയിച്ചു. പൊതു സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ധരിക്കാതിരിക്കൽ, അനുവദിച്ചതിലും അധികം പേർ യാത്ര ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കൂടുതലായും ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി. 24 ദുബായ്. ഒമാനിൽ ഇന്ന് 1173 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 15 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് മൂലം 871 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് 1173 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഒമാനിൽ ആകെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 2,20,702 ആയി. കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 15 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 2,385 ആയി ഉയർന്നു. 2,02,021 പേരാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് മുക്തരായത്. 91.5% നിലവിൽ ഒമാനിൽ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 മണിക്കൂറിനിടെ 140 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 871 ആയി. ഇതിൽ 246 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 ഒമാൻ. സൗദിയിൽ ഇന്ന് 1261 കോവിഡ് കേസുകളും 15 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം 1500 കടന്നു. 96,230 സാമ്പിളുകളിൽ നിന്ന് 1,261 കോവിഡ് കേസുകളാണ് 24 മണിക്കൂറിനിടെ സൗദിയിൽ സ്ഥിരീകരിച്ചത്. 1.31% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1,364 പേർ രോഗമുക്തി നേടി. 15 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 9,925 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 1,516 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 9 മാസങ്ങൾക്ക് ശേഷമാണ് ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം 1,500 കടക്കുന്നത്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 4,54,217, രോഗമുക്തി നേടിയവർ 4,36,884, മരണസംഖ്യ 7,408 ഉയർന്നു. 96.18% രോഗമുക്തി നിരക്ക്. റിയാദ് നഗരത്തിൽ 259, ജിദ്ദയിൽ 197, മക്കയിൽ 90, ദമാമിൽ 31, മദീനയിൽ 21 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 1,44,98,873 ഡോസ് വാക്സിൻ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തു. അതേസമയം കോവിഡ് ചട്ടലംഘനങ്ങളുടെ പേരിൽ ജിദ്ദ നഗരസഭ 24 മണിക്കൂറിനിടെ 58 വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചു. 4,219 പരിശോധനകളിൽ 133 നിയമലംഘനങ്ങൾ നഗരസഭ കണ്ടെത്തി. പ്രാർത്ഥിക്കാനെത്തിയവരിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ച 22 പള്ളികൾ കൂടി അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറന്നു. ഇതോടെ 117 ദിവസത്തിനിടെ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ പള്ളികളുടെ എണ്ണം 1,483 ആയി. 24 ജിദ്ദ. ഇത്തവണ ഹജ്ജിന് തീർത്ഥാടകരെ അയക്കേണ്ടതില്ലെന്ന് ഇന്തോനേഷ്യ തീരുമാനിച്ചു. കോവിഡ് വ്യാപനം മൂലമാണ് ഈ തീരുമാനം. ഇന്ത്യയിൽ നിന്നും 5000-ഓളം തീർത്ഥാടകർക്ക് ഈ വർഷം ഹജ്ജിന് അവസരമുണ്ടാകുമെന്നാണ് സൂചന. ഇത്തവണത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സൗദിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് തീർത്ഥാടകരെ ഈ വർഷം അയക്കേണ്ടതില്ലെന്ന് ഇന്തോനേഷ്യ തീരുമാനിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിശ്വാസികളുടെ ആരോഗ്യ സുരക്ഷ കൂടി കണക്കിലെടുത്ത് ഇന്തോനേഷ്യ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഏറ്റവും കൂടുതൽ ഹാജിമാർ എല്ലാ വർഷവും എത്താറുള്ളത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 60,000 തീർത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജിന് അവസരമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 15,000 ആഭ്യന്തര തീർത്ഥാടകരും 45,000 വിദേശ തീർത്ഥാടകരുമാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുക. ഓരോ രാജ്യത്തെയും ഹജ്ജ് കോട്ട ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് 5,000-നടുത്ത് തീർത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജിന് അവസരമുണ്ടാകുമെന്നാണ് സൂചന. 18-നും 60-നും ഇടയിൽ പ്രായമുള്ള വാക്സിൻ എടുത്തവർക്ക് മാത്രമായിരിക്കും ഹജ്ജിന് അനുമതി നൽകുക. സൗദിയിൽ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്ത് പൂർത്തിയാകണം. വിദേശ തീർത്ഥാടകർ സൗദിയിലെത്തി 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയണം.
6 മാസത്തിനിടയിൽ ഏതെങ്കിലും രോഗത്തിന് കിടത്തി ചികിത്സയ്ക്ക് വിധേയരായവർക്കും ഹജ്ജിന് അവസരം ലഭിക്കില്ല. കഴിഞ്ഞ വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 1000 ആഭ്യന്തര തീർത്ഥാടകർ മാത്രമായിരുന്നു ഹജ്ജ് നിർവഹിച്ചത്. ജലീൽ കണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ തൊഴിൽ തർക്കങ്ങൾ പകുതിയിലേറെ കുറഞ്ഞതായി റിപ്പോർട്ട്. പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം തൊഴിലാളികൾക്ക് തൊഴിലുടമകളുമായുള്ള പ്രശ്നങ്ങൾ ഇല്ലാതായി. പരിഷ്കരിച്ച തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സൗദിയിൽ തൊഴിൽ കേസുകളുടെ എണ്ണം 50% കുറഞ്ഞതായി റിയാദ് തൊഴിൽ കോടതി വെളിപ്പെടുത്തി. സ്പോൺസർഷിപ്പ് സിസ്റ്റത്തിന് പകരം തൊഴിൽ കരാർ അടിസ്ഥാനത്തിലുള്ള ബന്ധം മാത്രമായതോടെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമിടയിലുള്ള തർക്കങ്ങൾ കുറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന പക്ഷം തൊഴിലുടമകളുടെ അനുമതി ഇല്ലാതെ തന്നെ തൊഴിലാളികൾക്ക് ജോലി മാറാനും ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്ക് പോകാനും പുതിയ നിയമം അവസരം നൽകുന്നുണ്ട്. 10,000 തൊഴിലാളികൾ ഇതിനകം ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി. ജോലി മാറ്റവുമായി ബന്ധപ്പെട്ടും ഫൈനൽ എക്സിറ്റുമായി ബന്ധപ്പെട്ടുമുള്ള കേസുകളാണ് കൂടുതലും നേരത്തെ കോടതികളിൽ എത്തിയിരുന്നത്. കഴിഞ്ഞ മാർച്ച് 14 പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നത്. 24 ജിദ്ദ. കുവൈത്തിൽ വാക്സിനേഷൻ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റുകൾ വഴി ഇതുവരെ 130,000 തൊഴിലാളികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങളുമായി നേരിട്ടിടപെടുന്ന തൊഴിൽ വിഭാഗങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിനേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത്. കുവൈത്തിലെ വാണിജ്യ സമുച്ചയങ്ങളിലും മത്സ്യ മാർക്കറ്റിലും തൊഴിലെടുക്കുന്ന 75,000 തൊഴിലാളികൾക്കും സഹകരണ സ്ഥാപനങ്ങളിലെയും പള്ളികളിലെയും 35,000 തൊഴിലാളികൾക്കും നഴ്സറികൾ, സലൂണുകൾ, പച്ചക്കറി മാർക്കറ്റുകൾ, ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിലായി തൊഴിലെടുക്കുന്ന 20,000-ഓളം പേർക്കും ഇതിനോടകം വാക്സിൻ നൽകിയതായും അധികൃതർ അറിയിച്ചു. അബുദാബി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച തൃശൂർ സ്വദേശി ബെക്സ് കൃഷ്ണന് പുതുജീവിതം സമ്മാനിച്ച് വ്യവസായി MA യൂസഫ് അലി. അബുദാബിയിൽ വെച്ച് താൻ ഓടിച്ചിരുന്ന വാഹനം തട്ടി സുഡാൻ ബാലൻ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ബെക്സ് കൃഷ്ണന് വധശിക്ഷ വിധിച്ചത്. 5 ലക്ഷം ദിർഹം ബ്ലഡ് മണി നൽകിയാണ് ബെക്സിന്റെ മോചനം സാധ്യമായത്. 2012 അപ്രതീക്ഷിതമായി സംഭവിച്ച ആ അപകടം തൃശൂർ സ്വദേശി ബെക്സ് കൃഷ്ണന്റെ ജീവിതത്തെ തകിടം മറിച്ചത്. ജോലി ആവശ്യാർത്ഥം അബുദാബി മുസഫയിലേക്ക് പോകവേ ബെക്സ് കൃഷ്ണൻ ഓടിച്ച കാറിടിച്ച് സുഡാൻ പൗരനായ കുട്ടി മരണപ്പെടുകയായിരുന്നു. തുടർന്ന് മാസങ്ങൾ നീണ്ട വിചാരണകൾക്ക് ശേഷം UAE സുപ്രീം കോടതി 2013 ബെക്സിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആക്സിഡന്റ് കേട്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ആകെ തളർന്നുപോയി. എന്താ ചെയ്യേണ്ടതെന്ന് പറ്റില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും പിന്നെ പനിഷ്മെന്റ് കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാനുള്ള ഒരു ഇതായിരുന്നു. മോചനത്തിനായി ബെക്സ് കൃഷ്ണന്റെ കുടുംബം സകല വാതിലുകളും മുട്ടിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് സർവ്വപ്രതീക്ഷകളും തകർന്ന സമയത്താണ് കുടുംബം MA യൂസഫ് അലിയോട് ഇടപെടാൻ അഭ്യർത്ഥിച്ചത്. എറണാകുളത്ത് ലീ മെറിഡിയൻ ഹോട്ടലിൽ യൂസഫ് ഭായി വരുന്നുണ്ട്. നോർക്കയുടെ മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് കാണാം. അങ്ങനെ കുറേ സമയം സംസാരിച്ചു. ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും പഠിച്ചു. അതിനുശേഷം അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റോളം അബുദാബിയിലേക്ക് ഫോൺ ചെയ്തു. ഈ കേസിനെ സംബന്ധിച്ചുള്ള കേസ് പറയാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടി. ഓക്കെ, ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കുടുംബവുമായി MA യൂസഫ് അലി നേരിട്ടും അല്ലാതെയും നിരവധി തവണ ചർച്ചകൾ നടത്തി. കാര്യങ്ങൾ ആ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തുടർന്ന് ബെക്സിന് മാപ്പ് നൽകാമെന്ന് ആ കുട്ടിയുടെ കുടുംബം കോടതിയിൽ അറിയിച്ചു. ബ്ലഡ് മണിയായി 1 കോടി രൂപയും യൂസഫ് അലി കോടതിയിൽ കെട്ടിവെച്ചു. അങ്ങനെ പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ജീവിതം ബെക്സിന് തിരികെ ലഭിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ബെക്സ് പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് തിരിക്കും. ഒരു സഹായം ഞങ്ങൾക്ക് ഭയങ്കര അന്നോടങ്ങി ശരിയാക്കാന്ന് പറഞ്ഞാൽ അന്നോടങ്ങി മനസ്സിന് ഭയങ്കര ശക്തിയായി. ഞങ്ങളുടെ കടപ്പാട് എന്നും മരണം വരെ ഭഗവാന് തുല്യമായിട്ടുള്ള ആളാന്നുള്ളൊരു ഇതിൽ ഇങ്ങനത്തെ ഒരു ഉപകാരം ചെയ്തതിന് നന്ദി വാക്ക് പറയാനായിട്ടുള്ള വാക്കുകൾ തന്നെ ഇല്ല. ഇങ്ങനെയാ പറയണ്ടേന്നുള്ള. താൻ കാരണം ഒരാൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനായതിൽ ദൈവത്തിന് നന്ദി പറയുന്നുവെന്നും ബെക്സിനും കുടുംബത്തിനും ഒരു നല്ല ഭാവി ജീവിതം ആശംസിക്കുന്നുവെന്നും MA യൂസഫ് അലി പ്രതികരിച്ചു. അരുൺ പാറാട്ട്, 24 അബുദാബി. ഇന്ന് ലോക സൈക്കിൾ ദിനം. സൈക്കിളിൽ ഖത്തർ മുഴുവൻ ചുറ്റുകയെന്ന അതീവ ദുഷ്കരമായ ദൗത്യം പൂർത്തിയാക്കുകയാണ് പേരാമ്പ്ര സ്വദേശി ഫൈസൽ. 5 ദിവസം കൊണ്ട് 750 കിലോമീറ്ററാണ് ഫൈസൽ സൈക്കിളിൽ ഓടിത്തീർത്തത്. ഇന്ന് ലോക സൈക്കിൾ ദിനം. ഖത്തറിലെ മലയാളികൾക്കിടയിൽ ആവേശമായി കൊണ്ടിരിക്കുന്ന സൈക്കിൾ റൈഡിങ്ങിൽ വ്യത്യസ്തമായ ചാലഞ്ചുകൾ കൊണ്ട് ശ്രദ്ധേയമായ പേരാമ്പ്രയിൽ നിന്നുള്ള ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ
ഖത്തറിൽ പുതുതായി തുറന്ന ലോകത്തെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാതയിലൂടെ നാടൻ സൈക്കിളിൽ 50 കിലോമീറ്റർ ചവിട്ടിത്താണ്ടിയ ഫൈസൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. സൈക്കിളിൽ ഖത്തർ മുഴുവൻ ചുറ്റുക എന്ന ദുഷ്കര ലക്ഷ്യമാണ് ഫൈസൽ ഇതിനകം ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുന്നത്. സൈക്കിൾ സവാരിയിൽ ഫൈസലിന്റെ കമ്പം കണ്ട് ഖത്തറിലെ ബിസിനസ്സുകാരൻ നൽകിയ ഹമ്മർ സൈക്കിളിലാണ് കഴിഞ്ഞ പെരുന്നാൾ അവധിക്കാലത്ത് ഫൈസൽ ഖത്തർ ചുറ്റാനിറങ്ങിയത്. നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് എന്തും ചെയ്യാൻ എന്നുള്ളൊരു കരുത്ത് നമ്മുടെ മനസ്സിലുണ്ടാകും. പിന്നെ എപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മളിപ്പോൾ ഈ റൈഡിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയം അതിൻ്റെ തലേന്ന് നമുക്ക് മനസ്സിന് നല്ലൊരു ഹാപ്പി ആയിരിക്കും. കൊടും ചൂടിനെ അവഗണിച്ച് 5 നാൾ കൊണ്ട് 750 കിലോമീറ്റർ പൂർത്തിയാക്കിയതായി ഫൈസൽ പറയുന്നു. ആദ്യമായാണ് ഒരു മലയാളി ഇങ്ങനെയൊരു ലക്ഷ്യത്തിലെത്തുന്നതെന്നും ഫൈസൽ അവകാശപ്പെടുന്നു. ആദ്യ ദിനം അൽക്കൂറും ദഫ്നയും സിറ്റി സെന്ററും കറങ്ങി 2ാം ദിനത്തിൽ ഷമാലും ദുക്കാനും പൂർത്തിയാക്കി. മിസൈമീറും വക്രയും വുക്കേറും ചുറ്റിക്കറങ്ങിയ ഫൈസലിന് മുന്നിൽ ഇനി ഖത്തർ പര്യടനം പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ഷമാലും അബൂ സംറയുമാണ്. ദിവസം 10 മണിക്കൂർ വരെ സൈക്കിൾ ചവിട്ടി മിക്കവാറും പുലർച്ചെയോടെയാണ് യാത്ര പൂർത്തിയാക്കുന്നത്. സ്ട്രാവ എന്ന മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെയാണ് ഓടിയ ദൂരവും വേഗതയുമൊക്കെ മനസ്സിലാക്കുന്നത്. സൈക്ലിംഗ് ഉൾപ്പെടെ സ്പോർട്സ് രംഗത്ത് ഖത്തർ വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും മലയാളികൾ അത് കാര്യമായി പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് ഫൈസലിന്റെ പരാതി. അയൺമാൻ എന്ന മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഫൈസലിന്റെ അടുത്ത ലക്ഷ്യം. മാരത്തോണും നീന്തലുമൊക്കെ ഉൾപ്പെടുന്ന ഈ മത്സരത്തിന് കടുത്ത പരിശീലനം ആവശ്യമാണ്. ഇതിനൊരു സ്പോൺസറെ തേടുകയാണ് ഫൈസൽ. സക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് കോൺസുലാർ അഫയേഴ്സ് ചുമതലയുള്ള കുവൈത്ത് വിദേശകാര്യ സഹമന്ത്രി അംബാസിഡർ സമി അബ്ദുൽ അസീസ് അൽ ഹമുദുമായി വെർച്വൽ കോൺഫറൻസ് നടത്തി. കുവൈത്തിലെ ഇന്ത്യൻ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. യാത്രാ നിയന്ത്രണങ്ങളെ തുടർന്ന് കുവൈത്തിന് പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് കുവൈത്തിലേക്ക് പ്രവേശിക്കാനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ 4 വാക്സിനുകൾക്ക് മാത്രമാണ് കുവൈത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഭൂരിപക്ഷം ഇന്ത്യക്കാരും കോവാക്സിൻ, കോവിഷീൽഡ് എന്നിവയാണ് സ്വീകരിക്കുന്നതെന്നും ഈ വിഷയത്തിൽ ഉടൻ തന്നെ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് ചർച്ചയിൽ സ്ഥാനപതി അഭ്യർത്ഥിച്ചതായി എംബസി അറിയിച്ചു. കുവൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാംഗോ ഫെസ്റ്റിവലിന് തുടക്കമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി ഇനം മാങ്ങകളുടെ വലിയ ശേഖരവുമായി മാംഗോ മാനിയ എന്ന പേരിലാണ് മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാംഗോ ഫെസ്റ്റിവലിന് തുടക്കമായി. മാങ്ങയുടെയും മാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വലിയ ശേഖരവുമായി മാംഗോ മാനിയ എന്ന പേരിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ലുലു കുവൈറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, എംബസി പ്രതിനിധികൾ, ലുലു മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർക്കൊപ്പം നിരവധി ഉപഭോക്താക്കളും പങ്കെടുത്തു. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഇനം മാങ്ങകൾ ഉൾപ്പെടെ ലോകത്തിലെ വിവിധ ഇനം മാങ്ങകൾ ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വിപണികൾ അടഞ്ഞുകിടക്കുന്നതിനാൽ കർഷകർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇത്തരം പരിപാടികൾ സഹായകരമാവുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് പറഞ്ഞു. ഇവിടെ വിൽക്കുവാൻ സാധിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മുടെ കർഷകർക്ക് പ്രയോജനം ഉണ്ടാവുകയാണ്. ബാക്കി ഇന്ത്യയിൽ നമുക്കറിയപ്പെടുന്ന സൈക്ലോണിൻ്റെ കാലത്തും ബുദ്ധിമുട്ടുണ്ടായത് ഈ മാർഗ്ഗം വിൽക്കുവാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ എംബസിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. 24 കുവൈറ്റ്. കേരള സർക്കാരിന്റെ ആവശ്യപ്രകാരം ICF ഗൾഫ് ഘടകം സ്ഥാപിച്ചു നൽകുന്ന ഓക്സിജൻ പ്ലാന്റിന്റെ പ്രചാരണാർത്ഥം ഗൾഫിൽ നാളെ ഓക്സിജൻ ഡേ ആയി ആചരിക്കുമെന്ന് ICF സൗദി നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സർക്കാർ നിർദ്ദേശിക്കുന്ന ഏറ്റവും ഉചിതമായ സ്ഥലത്താണ് 1.25 കോടി മുതൽ മുടക്കിൽ മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചു നൽകുക. പ്രതിദിനം 1000 ലിറ്റർ ഉൽപാദന ശേഷിയുള്ളതായിരിക്കും പ്ലാന്റെന്നും കോവിഡ് 2ാം തരംഗത്തിൽ കേരളത്തിലും ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിലുള്ള കരുതലിന്റെ ഭാഗമായാണ് പദ്ധതി ഏറ്റെടുത്ത് നിർവഹിക്കുന്നതെന്നും ഭാരവാഹികളായ നിസാർ കാട്ടിൽ, ബഷീർ ഉള്ളണം, സുബൈർ സഖാഫി, സലീം പാലച്ചിറ എന്നിവർ പറഞ്ഞു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സ്പോർട്സ് സെന്റർ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിലായിരിക്കുക, യോഗയ്ക്കൊപ്പമായിരിക്കുക എന്നതാണ് 2021 അന്താരാഷ്ട്ര യോഗാ ദിന സന്ദേശം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിവിധ കേന്ദ്രങ്ങളിലായി പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ മോഹൻ തോമസ് പറഞ്ഞു. 21 ദിവസം 21 യോഗാസനം ഉൾപ്പെടുന്ന പരിപാടിയാണ് ആദ്യത്തേത്. ജൂൺ 1 മുതൽ 21 വരെ ഇന്ത്യൻ എംബസിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓരോ ദിവസവും യോഗാസനങ്ങൾ പോസ്റ്റ് ചെയ്യും.
കൂടാതെ ഓരോ ആസനവും ചെയ്യേണ്ട വിധവും ഗുണങ്ങളും വിശദീകരിക്കും. ഖത്തറിലെ പ്രവാസികൾക്കായി യോഗ ചാലഞ്ചും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 11, 12 തീയതികളിൽ നടക്കുന്ന ചാലഞ്ചിൽ 13-നും 19-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. മുതിർന്നവർക്കായുള്ള യോഗ ചലഞ്ച് രജിസ്ട്രേഷന്റെ അവസാന തീയതി ജൂൺ 10 കൂടാതെ ജൂൺ 21 യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ 4:45 മുതൽ 5:45 വരെ നീളുന്ന യോഗയും വിവിധ കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കും. ലൈവ് സെഷനുകളിലൂടെ കൂടുതൽ പേർക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യമാക്കുമെന്ന് ഡോക്ടർ മോഹൻ തോമസ് 24 ന്യൂസിനോട് പറഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും വീട്ടിലിരുന്ന് യോഗ ചെയ്യുന്നത് മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഗുണകരമാണെന്നും യോഗ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഇന്ത്യൻ സ്പോർട്സ് സെന്റർ വൈസ് പ്രസിഡന്റ് ഷജി വലിയകത്ത് പറഞ്ഞു. ജക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. ക്ലീൻ ആൻഡ് ഹൈജീൻ സെന്ററിന്റെ പുതിയ റീറ്റെയിൽ ഷോറൂം അജ്മാൻ റഷീദിയ നെസ്റ്റോ മാൾ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്ലീൻ ആൻഡ് ഹൈജീൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ രാജേഷ് പുത്തൻവീട് ഉദ്ഘാടനം നിർവഹിച്ചു. PPE കിറ്റ്, ഫേസ് മാസ്ക്, ഗ്ലൗസ്, കിച്ചൺ ക്ലോത്തുകൾ, സ്പോഞ്ച് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നതെന്ന് ക്ലീൻ ആൻഡ് ഹൈജീൻ അറിയിച്ചു. അജ്മാൻ നെസ്റ്റോയിലെ 1-ാം നിലയിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 18,853 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 153 മരണങ്ങൾ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% നിന്ന് മാറ്റമില്ലാതെ തുടരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ ജൂൺ 5 മുതൽ 9 വരെ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് മരണങ്ങൾ ജില്ലാതലത്തിൽ സ്ഥിരീകരിക്കാനും ആലോചനയുണ്ട്. മലപ്പുറം, കൊല്ലം, പാലക്കാട്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 2000-ന് മുകളിൽ പുതിയ രോഗികൾ. 1,23,885 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.22%. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 110 പേരും 79 ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി. 26,569 പേർ രോഗമുക്തരാകുകയും ചെയ്തു. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% നിന്ന് താഴ്ത്താനുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടന്നു. ജൂൺ 5 മുതൽ 9 വരെ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിലവിൽ പ്രവർത്തനാനുമതിയുള്ള വിപണന സ്ഥാപനങ്ങൾക്ക് നാളെ രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തിക്കാം. ജൂൺ 5 മുതൽ 9 വരെ പ്രവർത്തനാനുമതിയില്ല. അവശ്യ വസ്തുക്കളുടെ കടകൾ, വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾക്കും ഇളവ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ 50% ജീവനക്കാരെ ഉൾപ്പെടുത്തി ജൂൺ 10 മുതലാണ് പ്രവർത്തിക്കുക. കോവിഡ് 3-ാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ നേരിടാനുള്ള നടപടികൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. കോവിഡ് വാക്സിൻ സംഭരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. വാക്സിൻ സംഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് എല്ലാ മുഖ്യമന്ത്രിമാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടണമെന്ന് ജഗൻമോഹൻ റെഡ്ഡി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എല്ലാ മുഖ്യമന്ത്രിമാർക്കും ജഗൻമോഹൻ റെഡ്ഡി കത്തയച്ചു. 80 മില്യൺ ഡോസ് കോവിഡ് വാക്സിൻ ലോകരാജ്യങ്ങൾക്ക് നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഏഷ്യൻ രാജ്യങ്ങൾക്ക് 7 മില്യൺ ഡോസ് വാക്സിൻ നൽകും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. ഇന്ത്യ US പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചായിരുന്നു സംഭാഷണം. US വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ അഭ്യർത്ഥന പരിഗണിച്ചായിരുന്നു സംഭാഷണമെന്നും വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. കൊടകര കുഴൽപ്പണ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. പാർട്ടിക്കെതിരെ CPIM-ഉം മാധ്യമങ്ങളും ചേർന്ന് നുണപ്രചാരണം നടത്തുകയാണെന്നും സുരേന്ദ്രൻ. എന്നാൽ കുഴൽപ്പണ കേസിൽ കേന്ദ്ര ഏജൻസികൾ തുടരുന്ന മൗനം ദുരൂഹമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള A വിജയരാഘവൻ കുറ്റപ്പെടുത്തി. കേസിൽ BJP മധ്യമേഖലാ സെക്രട്ടറി L പത്മകുമാറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണ സംഘം BJP നേതാക്കളെ അകാരണമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. എന്നിട്ടും അന്വേഷണത്തോട് നേതാക്കളും പാർട്ടിയും സഹകരിക്കുന്നത് ഒന്നും മറച്ചുവെക്കാനില്ലാത്തതുകൊണ്ടാണ്. CPIM-ഉം ചില മാധ്യമങ്ങളുമാണ് ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കള്ളക്കടത്തിലും ഡോളർ കടത്തിലുമെല്ലാം മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന ആളുകൾ ഏതാ കിട്ടിപ്പോയി, BJP-യുടെ കള്ളപ്പണക്കേസ് കിട്ടിപ്പോയി എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്, രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ്. കൊടകര കുഴൽപ്പണ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ സമീപനം രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ചാണെന്നും
തെരഞ്ഞെടുപ്പിൽ BJP വലിയ തോതിൽ കുഴൽപ്പണം ഉപയോഗിച്ചുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവനും കുറ്റപ്പെടുത്തി. കേന്ദ്ര ഏജൻസികളുടെ പൊതുസമീപനം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ആണ് നടത്തുന്നത്, സ്വീകരിക്കുന്നത് എന്ന വസ്തുത കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേസിൽ BJP മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി L. പത്മകുമാറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് RSS പ്രചാരകനായ L. പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. തൃശൂർ പോലീസ് ക്ലബ്ബിലെ 2 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ പത്മകുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. 24 കോഴിക്കോട്. കൊടകര കുഴൽപ്പണ കേസിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൂടി അറസ്റ്റിലായി. മലപ്പുറം മങ്കട സ്വദേശി സുൽഫിക്കർ അലിയാണ് അറസ്റ്റിലായത്. ഇതോടെ കവർച്ചാ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 21ആയി. കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ വീണ്ടെടുക്കാനുള്ള അന്വേഷണവും തുടരുകയാണ്. ഇന്ന് 50,000 രൂപയും 9.5 പവൻ സ്വർണവും കണ്ടെത്തി. കേസിലെ 3-ാം പ്രതി രഞ്ജിത്തിന്റെ ഭാര്യയും 20-ാം പ്രതിയുമായ ദീപ്തിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സ്വർണത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. പ്രതി ബഷീറിന്റെ വീട്ടിൽ നിന്നാണ് 50,000 രൂപ കണ്ടെത്തിയത്. നേരത്തെ 1.25 കോടി രൂപ പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. CK ജാനുവിന് പണം നൽകിയെന്ന ആരോപണം നിഷേധിച്ച് K. സുരേന്ദ്രൻ. എന്നാൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് JRP ട്രഷറർ പ്രസീത അഴീക്കോട്. പ്രസീതയുടെ ആരോപണം തന്നെ വ്യക്തിപരമായി തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് CK ജാനു ആവർത്തിച്ചു. BJPക്കായി പ്രതിരോധ കോട്ട തീർക്കുകയാണ് K. സുരേന്ദ്രൻ. CK ജാനുവിന് സുരേന്ദ്രൻ 10 ലക്ഷം നൽകിയെന്ന JRP ട്രഷറർ പ്രസീത അഴീക്കോടിന്റെ ആരോപണത്തിൽ പണം നൽകിയിട്ടില്ലെന്ന് പറഞ്ഞ K. സുരേന്ദ്രൻ പുറത്തുവന്ന കോൾ റെക്കോർഡിൽ കൃത്രിമത്വം ആരോപിച്ചെങ്കിലും പൂർണ്ണമായും തള്ളിയില്ല. CPM നേതാക്കൾ പറയുന്നത് പോലെ എനിക്ക് അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല. എന്നെ പലരും ഈ സമയത്ത് വിളിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഘടകകക്ഷികൾ വിളിച്ചിട്ടുണ്ടാവും, അല്ലാത്തവർ വിളിച്ചിട്ടുണ്ടാവും, ധാരാളം ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ആരോപണത്തിൽ ഉറച്ചുനിന്ന പ്രസീത അഴീക്കോട് ഏത് അന്വേഷണത്തോടും സഹകരിക്കാമെന്ന മറുപടിയാണ് നൽകിയത്. ഈ 10 കോടി ചോദിച്ച കാര്യം ഞാൻ പറയുന്നതും അദ്ദേഹം അത് മൂളിക്കേൾക്കുന്നതും അംഗീകരിക്കുന്നതുമായുള്ള കാര്യങ്ങൾ വ്യക്തമാണ് അതിൽ. JRP ആരോപണത്തിൽ മാർച്ച് 6-നും 7-നും തിരുവനന്തപുരത്ത് പോയിരുന്നുവെന്ന് സ്ഥിരീകരിച്ച CK ജാനു സാമ്പത്തിക ഇടപാടുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ചു. മാർച്ച് 6-ന് തിരുവനന്തപുരത്ത് പോയി 7-ന് അമിത്ഷായുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. അന്ന് സുരേന്ദ്രനെ കണ്ടിട്ടുണ്ട്. അതിനപ്പുറം വേറൊന്നുമില്ല. വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് K. സുധാകരനെ നിർദ്ദേശിച്ചു. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാന ഘടകത്തെ താരിഖ് അൻവർ അറിയിക്കും. എല്ലാ നേതാക്കളോടും തീരുമാനത്തെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെടും. അതേസമയം ഗ്രൂപ്പുകൾ നിർദ്ദേശത്തെ എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് ആശങ്കയുണ്ട്. KPCCയുടെ താക്കോൽ സ്ഥാനം ഇനി K. സുധാകരന്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതാണ് തീരുമാനം. അശോക് ചവാൻ സമിതി റിപ്പോർട്ട് സ്വീകരിച്ചതിന് പിന്നാലെ സുധാകരനെ ഹൈക്കമാൻഡ് നിർദ്ദേശമായി അവതരിപ്പിക്കാൻ കോൺഗ്രസ് അധ്യക്ഷ തീരുമാനിച്ചു. പ്രഖ്യാപനം ഐകകണ്ഠേന നടത്തുന്നതിന് സാഹചര്യമൊരുക്കാനാണ് നിർദ്ദേശം. ഇതിനായി താരിഖ് അൻവർ കേരളത്തിലേക്ക് പോകും. മുതിർന്ന നേതാക്കളെ അടക്കം കണ്ടാകും താരിഖ് അൻവർ തീരുമാനം അറിയിക്കുക. അശോക് ചവാൻ സമിതിയുടെ റിപ്പോർട്ടിൽ ഗ്രൂപ്പുകൾക്കെതിരെയും ഒരു വിഭാഗം നേതാക്കൾക്കെതിരെയും രൂക്ഷമായ വിമർശനമുണ്ട്. മുതിർന്ന നേതാക്കൾ കൈക്കൊണ്ട വിവിധ തീരുമാനങ്ങളും തിരിച്ചടിയായെന്ന് റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും താരിഖ് അൻവർ മുതിർന്ന നേതാക്കളോട് പങ്കുവയ്ക്കും. K. സുധാകരനെ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളിൽ തുടർ അച്ചടക്ക നടപടികൾ ഉണ്ടാകില്ല. ഇതും ദേശീയ നേതൃത്വം വ്യക്തമാക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ അധ്യക്ഷ സ്ഥാനത്ത് K. സുധാകരനെ പ്രഖ്യാപിക്കും. അതേസമയം K. സുധാകരന്റെ നിയമന കാര്യത്തിൽ ഗ്രൂപ്പുകൾ സ്വീകരിക്കുന്ന നിലപാടിൽ ഹൈക്കമാൻഡിന് ആശങ്കയുണ്ട്. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. PNB വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതി മെഹുൽ ചോക്സിയെ ഉടൻ ഇന്ത്യക്ക് വിട്ടുകിട്ടില്ല. ചോക്സിയുടെ കേസ് ഡൊമിനിക്കൻ ഹൈക്കോടതി നീട്ടിവെച്ചു. അതേസമയം ചോക്സിയുടെ ജാമ്യാപേക്ഷ ഡൊമിനിക്കയിലെ മജിസ്ട്രേറ്റ് കോടതി തള്ളി. ചോക്സിയെ തിരികെ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് ഇന്ത്യ. മെഹുൽ ചോക്സിക്ക് വേണ്ടി സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി ഡൊമിനിക്ക ഹൈക്കോടതി പരിഗണിക്കെ ചോക്സി എങ്ങനെ ഡൊമിനിക്കയിലെത്തി എന്നതിന് പോലീസിന്റെ കയ്യിൽ തെളിവില്ലെന്ന് ചോക്സിയുടെ അഭിഭാഷകൻ വാദിച്ചു. ആന്റിഗ്വയിലേക്ക് തിരിച്ചയക്കണമെന്നാണ് ചോക്സിയുടെ ആവശ്യം. എന്നാൽ മെഹുൽ ചോക്സിയുടെ ആന്റിഗ്വൻ പൗരത്വം ചോദ്യം ചെയ്തുള്ള രേഖകൾ ഇന്ത്യ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 2ാം ദിവസത്തെ വാദത്തിന് ശേഷം ജസ്റ്റിസ് ബെർണി സ്റ്റീഫൻസൺ കേസ് മാറ്റിവെച്ചു. നിലവിൽ ചൈന ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയിലുള്ള മെഹുൽ ചോക്സി കേസ് പൂർത്തിയാകുന്നതുവരെ ഡൊമിനിക്ക പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരും. ചോക്സിയെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാങ്ചി അറിയിച്ചു.
അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച കേസിൽ മെഹുൽ ചോക്സിയുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഡൊമിനിക്കയിലെ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ ചോക്സി നൽകിയ അപ്പീൽ ഈ മാസം 14-ന് പരിഗണിക്കും. ജാമ്യം ലഭിച്ചാൽ ചോക്സി രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്ന ഡൊമിനിക്ക സർക്കാരിന്റെ വാദം പരിഗണിച്ചാണ് ചോക്സിക്ക് ജാമ്യം നിഷേധിച്ചത്. അതേസമയം ചോക്സിയെ തിരികെ സ്വീകരിക്കേണ്ടതില്ലെന്നും ഡൊമിനിക്കയിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാമെന്നും ആന്റിഗ്വ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 24 ഡൽഹി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി www.24news.com സന്ദർശിക്കുക. ഗൾഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.